ഹലോ, ഉള്ളി എങ്ങനെയാണ് ഇതുപോലുള്ള ചട്ടികളിൽ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടിയാണ്. 8 മുതൽ 10 ഇഞ്ച് വരെ വലുപ്പത്തിലുള്ള ചട്ടി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെയാണ് നല്ല എളുപ്പമായിട്ട് ഉള്ളി ഇതുപോലുള്ള ചട്ടികളിൽ കൃഷി ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഉള്ളി നടാനായിട്ട് ഉപയോഗിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മണ്ണായിരിക്കണം. അപ്പോൾ അതിൽ മണ്ണും മണലും കമ്പോസ്റ്റും കൂടി ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് മണ്ണായിരിക്കണം. ഉള്ളി നടുന്ന ആ ചട്ടിയിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കരുത്, അത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ചട്ടികളിലൊക്കെ ഈ മണ്ണ് നിറച്ചു കൊടുക്കാം. അപ്പം ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചാൽ മതി. ഈ ചട്ടി ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരാൻ ആവശ്യമായിട്ടുള്ള വലിപ്പത്തിലുള്ളൊരു ചട്ടി വേണം നമ്മൾ എടുക്കണമെങ്കിൽ. ഒരു 10 ഇഞ്ച് വലിപ്പമെങ്കിലും നമ്മുടെ ചട്ടിക്ക് ആവശ്യമാണ്. അതുപോലെ ഉള്ളി നമ്മൾ നടുമ്പോൾ അത് അടുപ്പിച്ച് നടരുത്. കുറച്ച് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചട്ടിയിൽ ഒരു 4 അല്ലെങ്കിൽ 5 ഉള്ളി മാത്രം നട്ട് വെക്കുക. 6 മുതൽ 7 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലത്ത് വേണം നമുക്ക് ഈ ചട്ടി വെക്കാനായിട്ട്. അതുപോലെ ഒരുപാട് വെള്ളം നനച്ച് കൊടുക്കരുത്. ഉള്ളി ചെയ്യാനും അത് നശിച്ചു പോകാനും ഇടവരും. 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ നമുക്കിത് നടാം. ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളികളുടെ ഇടയിൽ നല്ലൊരു സ്പേസും ആവശ്യമാണ്. ഉള്ളി ഒന്ന് പിടിച്ച് വലുതായി വന്നതിന് ശേഷം 10-15 ദിവസം കൂടുമ്പോൾ ഇടവിട്ടിട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കണം. വളം നമുക്ക് ഇതിന് ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണക്കി നന്നായി പൊടിച്ചിട്ടുള്ളത് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ. പഴുത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം 1 ലിറ്റർ വെള്ളത്തിൽ പഴുത്തൊലി ഇട്ട് വെച്ചിട്ട് ആ വെള്ളം 1 ലിറ്റർ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കാം. ഈ ഒന്ന് മുളച്ച് വലുതായി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പ്രാണികളും പുഴുക്കളൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞളിൻ്റെ സ്പ്രേ ഉണ്ടല്ലോ, അതൊന്ന് തെളിച്ച് കൊടുക്കുക. അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ പുഴുക്കളൊന്നും വരാൻ കാത്തു നിൽക്കണ്ട. ഉള്ളി ഒന്ന് വലുതായതിന് ശേഷം നമുക്ക് ഈ ഇലയുടെ ഇടയിലൊക്കെ നന്നായിട്ടൊന്ന് തളിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രം നനച്ച് കൊടുത്താൽ മതി. നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. 70 മുതൽ 100 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉള്ളി വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞയായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന സമയത്ത് നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും. പറിച്ചെടുക്കുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് ഇതൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുക നമ്മുടെ ചട്ടി. അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളി പറിച്ചെടുത്തിട്ട് അത് തണലത്തിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം നമ്മൾക്കിത് ഉപയോഗിക്കാനായിട്ട്. ഉള്ളി എങ്ങനെയാണ് ഇതുപോലുള്ള പോട്ടുകളിൽ നടന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.